ഉണ്ടാക്കുന്നത്. രണ്ട് സാധനം മാത്രമുള്ള മോരുകറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. നല്ല കട്ട തൈര്, അത് കണ്ടോ, നല്ല കട്ട തൈരായിട്ട് ഇന്ന് വീട്ടിൽ ഉണ്ടാക്കിയാണ്. അപ്പോൾ നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ട് സാധനങ്ങൾ മതി നമുക്ക് ഈ തൈര് ഉണ്ടാക്കാനായിട്ട്. അതായത് ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് 3 എടുത്തിട്ടുണ്ട്. നല്ല എരിവാണ് ഈ പച്ചമുളകിന്. ഞങ്ങൾക്ക് ഇച്ചിരി എരിവ് വേണ്ടതുകൊണ്ട് 3 ഉണ്ട പച്ചമുളക് എടുത്തേക്കുവാണ്, എരിവുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞെടുക്കണം. ഈ മുളകും ഒന്ന് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ കറിവേപ്പില. അപ്പം ഞാനിവിടെ പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഈ തൈരൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചടിക്കണ്ട, നമുക്കെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പിന്നീട് ചേർത്താൽ മതി. അപ്പോൾ ഈ തൈര് ഞാൻ അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ചേക്കാം അതിനകത്തോട്ട്. അപ്പോൾ വെളിച്ചെണ്ണയോടെ കിടന്ന് ചൂടാവട്ടെ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 വലിയ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ചെറിയൊരു കലം പോലത്തെ ചട്ടി കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഈ പുക വരുന്നത്. അപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഉലുവ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു ചെറിയ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുവാണേ. ഇനി ഉലുവ പൊട്ടുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമാണേ, കുറച്ച്, ഒരു ടീസ്പൂൺ. ഞാൻ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഇട്ട് കൊടുക്കുവാണേ. കൈ കൊണ്ട് തന്നെ മുറിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വറ്റൽമുളകും ഇതെല്ലാം കടുകും ഉലുവയെല്ലാം ഇട്ടു, ജീരകം ഇട്ടു, എല്ലാം ഇട്ടു. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില ഇട്ട് കൊടുത്തു. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് ഇത്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം എളുപ്പത്തിൽ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ പോവാണേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി വരട്ടെ. പിന്നെ ഞാനിതിലേക്ക് ഒരു ഇത്തിരി കായപ്പൊടി, ഒത്തിരി ഒന്നും വേണ്ട, ഒരു ശകലം, അതൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി. അത് ചൂടാക്കി വരട്ടെ. അപ്പം നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പം നമ്മുടെ ഈ മഞ്ഞപ്പൊടി ഇട്ടതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഇവിടെ തൈര് അടിച്ച് വെച്ചേക്കാം. ഞാനിപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ അടിച്ച് വെച്ച തൈരാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. അതിനോട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. തീ കുറച്ച് വെക്കണം. ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് പിരിഞ്ഞു പോരുത്, ചൂടാക്കി എടുത്താൽ മാത്രം മതി. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മോരുകറി നമ്മൾ അധികം ഒരുപാട് നേരം വിട്ട് ചൂടാക്കി തിളപ്പിക്കരുത്. അപ്പോൾ ഒന്ന് ചൂടായാൽ മതി. നമുക്ക് നമ്മുടെ കയ്യിൽ ഒഴിച്ച് നോക്കുമ്പോൾ ഉള്ളൊരു ചൂടറിയാം, ആ ചൂട് മതി. നമുക്കത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പുണ്ടോ നോക്കട്ടെ. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട്. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് ചൂടാക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, മോരുകറി എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ചൂടായി പോരുത്. കാരണം നമ്മുടെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ചൂട് നിൽക്കും, അതുകൊണ്ട് പെട്ടെന്ന് പിരിഞ്ഞു പോവും. ഇതൊന്ന് ചൂടായി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇറക്കിയാൽ മാത്രം മതി. ബാക്കി ചട്ടിയുടെ ചൂടുണ്ട്. പിന്നെ നമുക്ക് മോരുകറി പിരിഞ്ഞു പോയാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല, അത് ഓർക്കണം. അപ്പം മോരുകറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക സ്റ്റെപ്പാണ് ഈ ചൂടാക്കുന്ന സമയം. അപ്പം നമുക്കിതൊരു സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചട്ടി ചൂട് പിടിച്ചാൽ പിന്നെ മോരുകറി പെട്ടെന്ന് ചൂടാവും. ഏത് പാത്രത്തിലാണെങ്കിലും മോരുകറി ഇതുപോലെ ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, പിരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആദ്യം തീ ഒന്ന് കൂട്ടി ചട്ടി ഒന്ന് ചൂടായിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. അതേപടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ ഇളക്കിയാൽ മതി.
അപ്പം നമ്മുടെ മോരുകറി ചൂടായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം അതായത് നമ്മുടെ സിമ്പിൾ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെ ഒരു ചമ്മന്തിയോ അതുപോലെ പപ്പടമോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണിത് കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിത് അധികം നേരം ചൂടാക്കണ്ട. ഞാൻ പറഞ്ഞില്ല, കയ്യിലൊഴിച്ച് നോക്കിയാൽ മതി ഇതിൻ്റെ ചൂടറിയാനായിട്ട്. ഇത് ഉണക്കമീൻ്റെ കൂടെയോ അച്ചാറിൻ്റെ കൂടെയോ അതുപോലെ തന്നെ ചുമ്മാ വെറുതെ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഈ മോരുകറിക്ക്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാം. കൊച്ചു പിള്ളേർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. കാരണം ഇത് നമുക്ക് തേങ്ങ ഒന്നും അരയ്ക്കുന്നില്ല, ചതയ്ക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ്, സിമ്പിൾ മോരുകറി. അപ്പം എൻ്റെ ഈ മോരുകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്